ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും കൂട്ടുകാരനും ഇന്ന് രാത്രി തന്നെ മോഷ്ടിക്കാമെന്ന് കരുതി അവരങ്ങനെ തീരുമാനിച്ച് അവരവിടെ നിന്നും പിരിയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ഹോട്ടൽ മുറിയിൽ നമ്മുടെ ഒരു മുറിയിലാണെങ്കിൽ ശാരിയും സരയും കിടന്നുറങ്ങുകയാണ്. അതേ സമയത്ത് മറ്റൊരു മുറിയിൽ മനോഹറും രാഹുലും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഉറങ്ങി എന്ന് കാണുമ്പോൾ സരയു ആണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുകയാണ്. ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് മനോഹറിന്. അപ്പോൾ മനോഹർ ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. മെസ്സേജിന്റെ ശബ്ദം കേട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഉറങ്ങിയോ എന്ന മെസ്സേജാണ് കാണുന്നത്. ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ, പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് വേണോ എന്ന് മനോഹർ ചോദിക്കുന്നുണ്ട്. അത് വേണം, എന്തായാലും പുറത്തേക്ക് വായു എന്ന് പറഞ്ഞ് സരയു നിർബന്ധിച്ച് മനോഹർ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ രാഹുൽ ഇങ്ങനെ ചെറുതായി അനങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഉറക്കമൊന്നുമില്ലേ എന്നിങ്ങനെ മനോഹർ ചോദിക്കുകയാണ്. അതിനുശേഷം മനോഹർ ഒരു വിധത്തിൽ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നിന്റെ മോള് എന്നെ പുറത്തേക്ക് വിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് കേട്ടോടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സരയും മനോഹറും പുറത്തേക്ക് ഇറങ്ങി അവരവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് അങ്ങനെ അവൻ്റെ തോളിൽ അങ്ങനെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അതിനുശേഷമാണെങ്കിൽ മനോഹർ അവിടെ നിന്നും പോയത് അറിയാതെ രാഹുൽ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ച് കിടക്കാൻ നേരം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹറിനെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് വേഗം പുറത്തേക്ക് പോയി ശാരിയുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പുറത്ത് ബെല്ലടിക്കുന്നുണ്ട്. ശാരി ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ശാരി ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇവിടെ വന്ന് ബെല്ലടിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേൽക്കാണ്. അതേ സമയത്ത് വാതിൽ തുറന്ന് നോക്കുമ്പോൾ രാഹുലാണ്. നിങ്ങൾക്ക് എന്താ ഈ ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കുക. ആ സമയത്തായിരിക്കും സരയു അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ സരയു എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് അകത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് സരയു ഇവിടെ ഇല്ല, കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അവർ രണ്ടാളും കൂടി പുറത്തേക്ക് പോയിട്ടുണ്ടാവും. മനോഹർ അവിടെ ഇല്ല എന്ന് രാഹുൽ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അവർ പുറത്തേക്ക് പൊക്കോട്ടെ, അതിനെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് എന്താണ്, നട്ടപ്പാതിരതിക്ക് വല്ല പ്രാന്തം പിടിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ പുറത്തു പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ വ്രതത്തിന്റെ കാര്യമൊക്കെ നീ മറന്നോ എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ ശാരി ചോദിക്കുകയാണ്, എന്ത് വ്രതം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്, നിങ്ങൾക്ക് ശരിക്കും അമ്പലത്തിലല്ല പോകേണ്ടത്, ഏതെങ്കിലും ഒരു ആശുപത്രി പോയി ഡോക്ടറെ കാണിക്കണം, എന്നാലും ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവരവിടെ എന്തെടുക്കാണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ ശാരി പറയാണ്, നിങ്ങൾക്ക് ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കാണുന്ന കാഴ്ച നമ്മുടെ മനുവിൻ്റെ തോളിലും സരു ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ദേഷ്യം വരുന്നുണ്ട്. രാഹുൽ അവരരികിലേക്ക് ചെന്നിട്ട് ഡാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ മനോഹർ വേഗം തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് സരയു ചോദിക്കുകയാണ്, എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ നീ ആയിരിക്കില്ലേ ഇവളെ ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് നമ്മുടെ മനോഹരനോടായിട്ട് രാഹുൽ ചോദിക്കുന്ന സമയത്ത് അല്ല, ഞാനാണ് മനുവേട്ടനെ നിർബന്ധിച്ച് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയുന്നു. നിങ്ങളിങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ, വ്രതമാണ്, ഇങ്ങനെ തൊട്ടുരുമി ഇരിക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതെന്താ, ഞങ്ങൾ റൂമിലൊന്നല്ലല്ലോ ഇരിക്കുന്നത്, ഞങ്ങൾ പുറത്തല്ലേ ഇരിക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് മനോഹർ പറയാണ്, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നമുക്ക് പോവാം സരയു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സരയുവിനെയും കൊണ്ട് സരയുടെ തോളിൽ കൈയിട്ട് രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് മനോഹർ രാഹുലിനോടായിട്ട്. രാഹുലിനാണെങ്കിൽ ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സരയു ആണെങ്കിൽ ശാരിയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇതെന്താ പറ്റിയത്, അച്ഛന് എന്തിൻ്റെ സൂക്കേടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മോളൊരു കാര്യം ചെയ്യും, എന്തായാലും എത്രയും വേഗം മനുമോൻ്റെ കൂടെ എത്രയും വേഗം അമേരിക്കയിലോട്ട് പോകാൻ നോക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ സമ്മതം നീ നോക്കണ്ട, നീ എല്ലാ കാര്യങ്ങളും അവന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറയുന്നിട്ട് എത്രയും വേഗം നീ പൊക്കോ, അതാ നല്ലത്, അച്ഛൻ്റെ സമ്മതം നോക്കിയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരാം, ഒരു കാര്യം ചെയ്യും, ഫെബ്രുവരി പകുതി ആകുമ്പോൾ നിങ്ങൾ പൊക്കോ, അപ്പോൾ ഇത്തിരി മഞ്ഞൊക്കെ കുറയും. അപ്പോൾ അതിനുശേഷം ഒരു വിഷോട് കൂടി തന്നെ ഞങ്ങൾ അവിടേക്ക് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, പിന്നെ അപ്പോഴേക്കും രൂപയുടെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും ഞങ്ങൾ ഒരു വിധത്തിൽ ഞങ്ങളെ പേരിലാക്കിക്കോളാം, എന്നിട്ട് അതും കൊണ്ട് ഞങ്ങൾ അവിടേക്ക് വരാം. അപ്പോൾ ആൻറ്റി എന്ത് ചെയ്യുമെന്ന് സരയു ചോദിക്കുന്ന സമയത്ത് അവൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, അവളുടെ മോൻ്റെയും മരുമോളുടെയും കൂടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ അവരൊന്നിച്ച് നിന്നോട്ടെ, എന്തായാലും നമ്മളൊക്കെ ചതിയന്മാരാണെന്ന് രൂപ എന്തായാലും പറയും, അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ ശാരി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരവിടെ കിടന്നുറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത്
പ്രകാശൻ ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ കാദംബരി വരുന്നുണ്ട് പ്രകാശന്റെ അരികിലേക്കായിട്ട്. അച്ഛൻ എന്തിരിപ്പായിരിക്കുന്നത്, അച്ഛൻ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും വേണ്ട, എനിക്ക് അവനോട് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു, എനിക്ക് വല്ലാത്ത വിഷമാവുന്നു, അവൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രതീഷ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ രതീഷ് പറയാണ്, അല്ല നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഒരിക്കലും വഴക്ക് പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അവൻ അങ്ങനെ വാശി പിടിപ്പിക്കണം, എങ്കിൽ മാത്രമാണ് അവനൊരു 10 പൈസ സമ്പാദിക്കാൻ അവർക്ക് തോന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രതീഷ് പറയുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ അമ്മയെ കണ്ടുപിടിക്കണം, നിങ്ങളുടെ അമ്മയ്ക്കാണ് നിങ്ങളെ മകനോട് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്, അതുകൊണ്ടാണ് നേരത്തോടെ ഭക്ഷണം കഴിച്ച് ഇതേ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പ്രകാശനൊന്നും മിണ്ടുന്നില്ല. അതേ സമയത്ത് കാദംബരി പറയാണ്, അവന് അല്ലെങ്കിലും ആ കിരൺ സാറിനോടും ആ കല്യാണിയോടൊക്കെ നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ അവന് അവിടെ നല്ലൊരു ജോലി കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ ജോലിയൊന്നും എൻ്റെ മോന് വേണ്ട എന്ന് പറയുന്നുണ്ട് പ്രകാശൻ. ആ സമയത്ത് ഇവളോട് അവനൊരു 500 രൂപ ചോദിച്ചായിരുന്നു, ഇല്ലേ കാദംബരി എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചായിരുന്നു, പക്ഷെ നീ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു. നീ കൊടുത്തിട്ടെങ്കിൽ എന്റെ സ്വഭാവം മാറിയേനെ എന്ന് രതീഷും പറയുന്നുണ്ട്. രതിയേട്ടൻ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ കൊടുക്കില്ല, കാരണം എനിക്ക് അവന്റെ സ്വഭാവം ശരിക്കും അറിയാമെന്ന് കാദംബരി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രകാശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ രതീഷ് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ കാദംബരി പറയാണ്, അച്ഛനൊരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിച്ച് കിടക്കാൻ നോക്ക്, വല്ല വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു മൂലയിൽ കിടന്നാൽ ആരും ഇല്ലട്ടാ നോക്കാനായിട്ട്, എനിക്ക് ജോലിക്ക് പോവാതിരിക്കാനൊന്നും പറ്റിയില്ലട്ടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെ കാദംബരി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം മോഷ്ടിക്കാൻ വേണ്ടി ആ 2 കൂട്ടുകാരോടൊപ്പം പോയിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, കൂട്ടുകാരാണെങ്കിൽ ഏതൊരു വീടിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ വിക്രം ആണെങ്കിൽ വണ്ടിയിൽ അവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം വിക്രം പറയാണ്, എനിക്ക് എന്തോ പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതൊന്നും സാരില്ലടാ, ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടാണ്, ഞങ്ങൾ 1-2 തവണ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം വിക്രത്തിനോടായിട്ട് അവർ പറയുന്നുണ്ട്, ഒരു 10-15,000 രൂപ കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്വർണ്ണമായിട്ട് ഒരു 10-15 പവനും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് പങ്കിട്ടെടുക്കുമ്പോൾ നിന്റെ ഈ പേടിയൊക്കെ മാറിക്കോളും, പിന്നെ ഇതൊരു സ്ഥിരം ആയിക്കോളും. ഈ മദ്യം അതുപോലെ തന്നെ കഞ്ചാവ് ഒന്നല്ല ഈ ലഹരി എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും വലിയ ലഹരി, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇനി ഒരിക്കലും നിർത്താൻ പോലും പറ്റില്ല എന്ന് ആ കൂട്ടുകാരൻ വിക്രത്തിനോട് പറയുന്നുണ്ട്. എന്തായാലും കയറി എന്ന് പറയാണ്. അപ്പൊ ഇതെങ്ങനെ വിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ആൾക്കാരുണ്ട്, നമുക്ക് എന്തായാലും ഇപ്പൊ പോയിട്ട് തട്ടുകടയിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ബീച്ചിൽ പോയി കിടന്നുറങ്ങാം, രാവിലെ വീട്ടിലേക്ക് പോകാം, അതിനുശേഷം ഇതൊക്കെ പങ്കിട്ടെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ 3 പേരും ഒരു ബൈക്കിൽ കയറി പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം അതിരാവിലെ തന്നെ കാണിക്കുന്നത് രൂപ അമ്പലത്തിൽ കയറി അമ്പലത്തിൽ വന്നിങ്ങനെ തൊഴുത് നിൽക്കുകയാണ്. അപ്പൊ അമ്പലത്തിൽ തൊഴുത് ഇങ്ങനെ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചന്ദ്രസേനൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനനെ കാണുമ്പോൾ രൂപയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനൻ രൂപയെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ രൂപയെ കാണുമ്പോൾ ചന്ദ്രസേനൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അയാൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കോ ഈ അമ്പലത്തിലേക്ക് വരുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രൂപ സേനന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. സേനനാണെങ്കിൽ രൂപയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നേരെ തന്റെ കാറിൽ കയറി ഇരുന്നിട്ട് ആ ഗ്ലാസ്സിൽ കൂടെ സേനനെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുക ചെയ്യുന്നുണ്ട് രൂപ. അതേ സമയത്താണെങ്കിൽ അപ്പുറത്ത് ആ ഗുണ്ടയാണെങ്കിൽ ഒരു തോക്കും പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സേനനെ വകവരുത്താൻ വേണ്ടി സേനനെ തന്നെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രൂപയും സേനനും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ആ ഗുണ്ടാ സേനനെ എന്തെങ്കിലും അപകടപ്പെടുത്തുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക്